ഒറ്റ മൈൻഡിൽ കുടജാദ്രി പോകാനായിട്ട് ഇറങ്ങി പുറപ്പെട്ട് ജനറൽ കയറിയ ഞങ്ങളുടെ അവസ്ഥയാണിട്ടത്. ഡയറക്റ്റുള്ള ട്രെയിന് ടിക്കറ്റ് കിട്ടാത്ത കാരണം കണ്ണൂരേക്കുള്ള ജനശതാബ്ദിയിലായിരുന്നു കേട്ടോ ആദ്യം കയറിയത്. കൂട്ടത്തിലൊന്ന് ബ്ലോക്കിൽ വിട്ടു. അങ്ങനെ ഇവരും ടാറ്റയും കൊടുത്ത് അടുത്ത വണ്ടിക്ക് കയറി വരാൻ പറഞ്ഞു. ഞങ്ങൾ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. എറണാകുളത്ത് നിന്ന് മിസ്സായതല്ലാണ്ട് ട്രിവാൻഡ്രത്ത് നിന്ന് കയറേണ്ട ഒന്നുകൂടി ഉണ്ടായിരുന്നു കേട്ടോ. അതിന് ഞാൻ എന്തായാലും കൊല്ലൂർന്ന് പിടിക്കാം. 1 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ട്രെയിൻ അതിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പായ കണ്ണൂരെത്തി. അവിടെ നിന്ന് നേരെ ജനറൽ ടിക്കറ്റും എടുത്ത് അടുത്ത ട്രെയിനിലേക്ക്. 1:40 കേട്ടോ ഈ ഒരു ട്രെയിൻ. ഇതും എറണാകുളത്ത് നിന്ന് തന്നെ വരുന്ന ട്രെയിനാണ്. പക്ഷേ ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് ജനറലിൽ കയറണ്ടെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു പണി ചെയ്തത്. എറണാകുളത്ത് നിന്ന് ട്രെയിൻ മിസ്സായ ഇവരും ഈ ട്രെയിനിൽ തന്നെയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. കാസർഗോഡേക്ക് എത്തിയപ്പോഴത്തേക്കും നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് കിട്ടിയായിരുന്നു. പിറ്റേ ദിവസം രാവിലെ 7:30 ആയപ്പോഴത്തേന് നമ്മൾ ബൈന്ദൂർ മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. ഒരുപാട് തവണ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് മുടങ്ങിപ്പോയൊരു ട്രിപ്പാണിത്. അതുകൊണ്ട് ഇത്തവണ എന്തായാലും പോയേ തീരുമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ്. റെയിൽവേ സ്റ്റേഷനിലെ AC മീറ്റിംഗ് ഹാളിലാണ് നമ്മൾ ഫ്രഷപ്പ് ആവാൻ പോയത്. 59 രൂപയാണ് പെർ ഹെഡ് നമ്മളിൽ നിന്ന് മേടിച്ചത്. അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. ചായ ഉള്ളില്ല, പക്ഷേ ഫുഡ് കൊള്ളായിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇഷ്ടംപോലെ ടാക്സിക്കാരെ നമുക്ക് കിട്ടും. വേണമെന്നുണ്ടെങ്കിൽ ടാക്സി എടുത്ത് പോവാം. ഇല്ല ഞങ്ങളെപ്പോലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി പോവുകയാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ഒരു 500 മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ബസ് സ്റ്റോപ്പ് എത്തി. കൊല്ലൂരാണ് നമ്മുടെ ബസ് സ്റ്റോപ്പ്. ബസ്സിന് പോകുകയാണെന്നുണ്ടെങ്കിൽ 42 രൂപയാവുള്ളൂ. ടാക്സി എടുത്ത് പോകുകയാണെന്നുണ്ടെങ്കിൽ 150 രൂപ പെർ ഹെഡ് ആവും. അങ്ങനെ നമ്മൾ മൂകാംബിക ക്ഷേത്രകവാടൊക്കെ കഴിഞ്ഞ് ഉള്ളൂർ ബസ് സ്റ്റാൻഡിലെത്തി. ഏകദേശം ഒരു 40 മിനിറ്റ് യാത്രയാണ് കേട്ടോ ഇത്. ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു 2 മിനിറ്റ് നടക്കാനുണ്ട് അമ്പലത്തിലേക്ക്. ഒരുപാട് തവണ മുടങ്ങിപ്പോയൊരു ട്രിപ്പായതുകൊണ്ട് ദീവിനെ കണ്ടിട്ട് കുടജാദ്രി പോകാനായിരുന്നു നമ്മുടെ തീരുമാനം. അങ്ങ് ട്രിവാൻഡ്രത്ത് നിന്ന് ട്രെയിൻ മിസ്സാക്കിയ ഒന്ന് കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിനിവിടെ നിന്ന് കിട്ടിയിട്ടോ. പിന്നെ പൂവൊക്കെ മേടിച്ച് നേരെ അമ്പലത്തിലേക്ക്. ഇന്നൊരു വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് അധികം തിരക്കുണ്ടായിരുന്നില്ല. നമ്മൾ അമ്പലത്തേക്ക് കയറിയപ്പോഴത്തേനും കല്യാണം കഴിഞ്ഞ ഒരു ടീം ഇറങ്ങി പോകുന്നുണ്ടായിട്ടോ. തിരക്കില്ലാത്ത കാരണം ഈ ഒരു സ്ഥലത്തു നിന്നായിരുന്നു കേട്ടോ നമ്മൾക്ക് ക്യൂവിൽ നിൽക്കേണ്ടി വന്നത്. പക്ഷേ നമ്മൾ തൊട്ട് മുന്നിൽ വെച്ച് ഒന്ന് ക്ലോസ് ചെയ്തു. രാവിലെ 5 മണിക്കാണ് കേട്ടോ അമ്പലം ഓപ്പൺ ആവുന്നത്. പിന്നെ ഉച്ചയ്ക്ക് പൂജയെല്ലാം കഴിഞ്ഞിട്ട് 1:30 അടയ്ക്കും. പിന്നെ അത് തുറക്കുന്നത് 3 മണിക്കാണ്. ക്യൂ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ദേവിനെ കാണാൻ പറ്റുന്നുള്ള കാര്യത്തിൽ സംശയമായിരുന്നു. കാരണം എന്തിനാ ക്ലോസ് ചെയ്തതെന്ന് അറിയില്ല. പെണ്ണടോ ദേവി നമ്മളെ കാണാൻ ഇറങ്ങി വരുന്നു. ഇവിടുത്തെ ശീവേലിയുടെ സമയമായിരുന്നു കേട്ടോ. ശീവേലി കഴിയുന്നതോടെയാണ് നമ്മൾ ക്ലോസ് ചെയ്ത ക്യൂ ഓപ്പൺ ആക്കിട്ടോ. ഇതിവിടുത്തെ സാരി കൗണ്ടറാണ്. ഇവിടെ നിന്നാണ് ദേവിക്കുള്ള സാരി നമ്മൾ വഴിപാടായിട്ട് മേടിക്കും. അങ്ങനെ ഒരുവിധം ക്യൂ നീങ്ങി നീങ്ങി ഫ്രണ്ടിലെത്തിയപ്പോഴത്തേനും ഈ ഒരു പുള്ളി വന്നു. അങ്ങനെ ഞങ്ങളുടെ ക്യൂ പിന്നെയും ബ്ലോക്ക് ചെയ്തു. ആളുടെ ദർശനം കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷമാണ് പിന്നെയും ക്യൂ ഓപ്പൺ ആക്കിയത്. അങ്ങനെ ഒരുപാട് നാൾ ആഗ്രഹിച്ച ആ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി ഇവിടുത്തെ സ്വർണ്ണരഥം ഒന്ന് കാണാമെന്ന് വെച്ച് ചെന്നപ്പോൾ ആളത് ക്ലോസ് ചെയ്യാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഈ മരത്തിൻ്റെ രഥം ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ക്ഷേത്രത്തിലെ അന്നദാനം കഴിക്കാനാണ് കേട്ടോ. ഉച്ചയ്ക്ക് 12 മണി തുടങ്ങി 2:30 വരെയും അതുപോലെ രാത്രി 8 മണി തുടങ്ങി 9:30 വരെയാണ് കേട്ടോ അന്നദാനത്തിൻ്റെ സമയം. എല്ലാ ദിവസങ്ങളിലും ഉണ്ടാവും അന്നദാനം ഇവിടെ. വിശപ്പിൻ്റെ വിളി ഓൾറെഡി നല്ലോണം വന്നിരുന്നത് കൊണ്ടും ഇതിനൊക്കെ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ടേബിളും ബെഞ്ചും ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ നിലത്തിരുന്നാണ് കഴിച്ചത്. കഴിച്ച് കഴിഞ്ഞ് പായസവും പോയി മേടിച്ചു. അത് കഴിഞ്ഞ് നേരെ കുടജാദ്രിക്ക്. യാത്രകൾ അവസാനിക്കുന്നില്ല, കൂടെ കൂടണം.